സൂര്യയുടെ പടം എല്ലാവരെയും കയറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരു ഗതിയാക്കിയിട്ടുണ്ട്. ഈ പടത്തിന് നല്ല പ്രശ്നങ്ങളുണ്ട്. ബുക്ക് മൈ ഷോ എടുത്ത് കഴിഞ്ഞാൽ റേറ്റിംഗ് നിങ്ങൾ നോക്കുക എവിടെയാണ് കിടക്കുന്നുള്ളൂ. സോർബൺ സൂര്യ ഈ പടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. The so-called civilization ஆரம்பிக்கிறதுக்கு முன்னாடி how they would have behaved அப்படிங்கிற மாதிரி ஒரு கற்பனையில பண்ண படம். But we also have lot of literature and lot of evidence and lot of archaeological witness to support this film நான் சொல்லுவேன். It belongs to I think 4-5 clans. அதுல வந்து their main deity கங்குவாவோட main deity வந்து they worship fire, and one more clan they worship water, and one more clan they worship blood. So they have different ethics, different values, different emotions, different languages. But ivanga ellariyum connect pandrathu vandu what can be that conflict. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ഫലിപ്പിച്ച് വന്നപ്പം അത് വിഷ്വലൈസ് ചെയ്ത് വന്നപ്പം അതിൽ പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അത് പടം കാണുന്നതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകും, അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. 2-2.5 മണിക്കൂർ പോയിരിക്കുന്ന ആൾക്ക് അയാൾ എൻ്റർടൈൻമെൻറ്റ് പോയി. അപ്പം ഇതിൻ്റെ പിന്നാമ്പുറ കളികളൊന്നും അറിയണം എന്ന് ആഗ്രഹിക്കാത്തത് കാണും. അവർ നല്ല തെറിയും പറയും ചിലപ്പം. പക്ഷെ നമുക്ക് ഈ മേഖലയായിട്ട് ഇച്ചിരി ബന്ധമുണ്ടുകൊണ്ടും നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ ഉണ്ടുകൊണ്ടും നമ്മൾ കഴിവതും അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകാറില്ല. അതാണ് കങ്കുവ കണ്ടപ്പം വ്യക്തിക്കുണ്ടായ അനുഭവം. അയാൾ പോസ്റ്റ് കിട്ടാനില്ല സോഷ്യൽ മീഡിയ. നമുക്കതിൻ്റെ പോസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. അയാൾക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ചെവിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം അവസാനം അദ്ദേഹം ഡെസിബലിൻ്റെ അകത്തുള്ള കുഴപ്പമാണ്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചേക്കാം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അദ്ദേഹത്തിൻ്റെ ചെവിക്ക് ബുദ്ധിമുട്ടായി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അയാൾ ഇൻ്റർവെല്ലിന് ശേഷം എയർപോർട്ട്സ് എന്താ യൂസ് ചെയ്ത് അദ്ദേഹം ആ സൗണ്ടിൻ്റെ അതത്രയും ചെവിയിലോട്ട് കയറായിരിക്കും. കഷ്ടം. എന്താണോ ഒരു പടം നമ്മൾ നിർമ്മിക്കുമ്പം ഒരുപാട് ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരുപാട് ബഡ്ജറ്റ്. അപ്പം ഇത്രയും ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ ജനം ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. ക്വാളിറ്റി, ഫിലിം ക്വാളിറ്റി, അല്ലെങ്കിൽ VFX ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, നല്ലൊരു സോങ്, നല്ല കിടിലം BGM, പെർഫോം. കാരണം 300 കോടി വർഷങ്ങളോളം നായകൻ പ്രയത്നിച്ചിട്ട് വരും. പ്രഭാസ് ബാഹുബലി ഫസ്റ്റിൽ വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ജനങ്ങൾക്കുണ്ടാകും. നമ്മൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം സോഷ്യൽ മീഡിയ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. അത് കൂടുതലും സിനിമാക്കാർ, രാഷ്ട്രീയക്കാർ. അവർ ഈ PR വർക്കിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ മുമ്പിൽ വരും. നിർബന്ധിതമായി നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും രാവിലെ നോക്കുമ്പോൾ വാട്സപ്പ് നോക്കും, യൂട്യൂബൊക്കെ തുറന്നു കഴിയുമ്പോൾ നമ്മുടെ മുമ്പോട്ട് കിടക്കിടക്കിടാണെങ്കിൽ ചാണ്ടിങ് വരുവാണ്. നമുക്ക് ഓരോരോ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, നല്ല മ്യൂസിക്, ഇപ്പം നമ്മൾ സങ്കടത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ്സിൻ്റെയോ എന്തെല്ലാം ഇട്ട് നമ്മുടെ മുമ്പിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ. അതുപോലെ ഈ ഗംഗുവയുടെ പ്രൊമോഷൻ നമുക്കറിയാം. സൂര്യ കേരളത്തിൽ എത്തിയ നാളെ മുൻ നമ്മൾ കാണുന്നതാണ്. സൂര്യ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, ഗംഗുവയുടെ ഇങ്ങനെ പ്രൊമോഷൻ ആരാധകളെ ഇളകി മറിയുന്നു. ഞാനിത് കൂടുതലായിട്ട് വായിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ട്, നിങ്ങൾ വേണേൽ വായിച്ചു നോക്കിക്കോ. ഇത് പറയുമ്പം എനിക്കൂടെ വായിക്കുമ്പോൾ വിഷമം കാരണം ഞാൻ വായിക്കാത്ത ഡെസിബൽ പ്രശ്നം കണ്ട വായിച്ചു നോക്കും. ഞാനത് പറഞ്ഞ് ഞാനായിട്ട് ആരാധകർക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല. പലരും ഈ ചിത്രം കണ്ടിട്ട് തലവേദന ഉണ്ടാകുന്നുണ്ട് തോന്നുന്നു. തലയ്ക്ക് അസ്വസ്ഥത, തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലെ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് BP ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഡെസിബിൾ സൗണ്ട് വരുമ്പം അവരുടെ ചെവിക്കകത്ത് മുഴക്കം അല്ലെന്നുണ്ടെങ്കിൽ അലർച്ച, ഭയങ്കര ലൗഡല്ലേ, ഭയങ്കരമായിട്ട് അങ്ങ് അലറുമ്പം അത് എല്ലാവരും അലർജിയാണ്. ഇതിപ്പം നമ്മുടെ റോബിൻ, നമ്മുടെ പഴയ ബിഗ് ബോസിലെ ലൗഡ് കൂടുതലെടുക്കുമ്പം പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പ്രസംഗിക്കുമ്പം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ മതപുരോഹിതന്മാർ ഇപ്പം ലൗഡ് കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പം പബ്ലിക്കിനെ കുറച്ചുകൂടെ അവരുടെ ശ്രദ്ധ ഇവരിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ. അതാണ് റോബിൻ ആ ഒരു സൈക്കോളജി, പ്രത്യേകിച്ച് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നവരെ എപ്പോഴും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ സിനിമ കാണാനെത്തുന്നവർക്ക് തലവേദന സമ്മാനിക്കരുത്. കങ്കുവായിയുടെ സൗണ്ട് മിക്സിങ്ങിനെ കുറിച്ച് റസൂൽ പൂക്കുട്ടി. ഇതിൽ കൂടുതൽ ഇനി ആരാ പറയണ്ട? പൂക്കുട്ടി പറയുന്നതിനപ്പുറം വല്ലതും വേണോ? ഈ സിനിമാ മേഖലയിൽ സൗണ്ട് കാര്യങ്ങളിൽ ഒരു ആധികാരികമായി സംസാരിക്കേണ്ട വ്യക്തിത്വം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. അത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അപ്പം അദ്ദേഹം പറയുന്നതിൻ്റെ മുകളിലോട്ട് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആരാധകർക്ക് തോന്നുമായിരിക്കും നീ ആരാടാ ഇതിനെക്കുറിച്ച് പറയാന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കങ്കുവ 2 വരുന്നുണ്ട് എന്നറിയുന്ന അതിനെക്കുറിച്ച് അത് പോസ്റ്റ് ചെയ്യാൻ കണ്ടിരുന്നു. അത് ജനം എന്താ പറയുന്ന ഒരു റിജക്ഷൻ ജനത്തിന്. ഇത് കേരളത്തിലുള്ളതല്ല, തമിഴ്നാട്ടിലുള്ളവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം കേരള ജനതയുടെ മാത്രം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഭാഷ അറിയാൻ മേലാത്തതുണ്ട്. തമിഴ്നാട്ടിലിരിക്കുന്നവർക്ക് ഭാഷയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ.
സക്സസ് ആയില്ലെന്ന് പിന്നെ ആ ഫസ്റ്റ് പിടിച്ചോണ്ടല്ലേ നമുക്ക് സെക്കൻഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും ഫസ്റ്റ് അവിടെ കിടക്കുമല്ലേ, അത് മായ്ച്ചു കളയാൻ പറ്റില്ല. സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, it is my responsibility to give you a wonderful theatrical experience, and that's why Kanguva. So we have taken this 2.5 years to give you a film which you have never seen before. I humbly say you will have a never seen before experience with Kanguva. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാൻ. ഇപ്പം സൂര്യ പറഞ്ഞ അനുസരിച്ച് 2.5 വർഷം കൊണ്ട് ഔട്ട് എന്ന് പറയുമ്പം ഒരുപാട് റെഫറൻസ് ഒക്കെ എടുത്ത് ഔട്ടാണ്. ഇതിപ്പം കണ്ടിട്ട് പല പടങ്ങളും സൂര്യയുടെ തന്നെ കൂടുതൽ പറയുന്നില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ സ്പോയിലർ പറഞ്ഞെന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് മൂലം പടത്തിന് ജന ഏറ്റെടുത്ത്, ഹെയ്റ്റ് ക്യാമ്പയിനിങ് ജന ഏറ്റെടുത്ത്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. പടം നമ്മുടെ ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത് പടം സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി ജന ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഫാൻസ് തന്നെ. അപ്പം പുള്ളിയുടെ ഫാൻസ് തന്നെയാണ് എൻ്റെ അത് പലരും പറയുന്നത്. പുള്ളിയുടെ കാരണം ഫസ്റ്റ് ചോദിക്കും പോകുന്ന പുള്ളിയുടെ ഫാൻസ് അല്ലാതെ ആര് പോയി കാണാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണക്കാരൊക്കെ പോകുന്നത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഈ തിയേറ്ററിലോട്ട് ഈ ഫാൻസിൻ്റെ അവരുടെ ഉന്മാദ ലഹരിയാണ് അവിടെ. അങ്ങോട്ട് കാലി കൂട്ടണം. എല്ലാവരും നിങ്ങൾ തിരക്കൊന്നുമില്ലേ, പടം തിയേറ്ററിൽ പോയി കണ്ടു നോക്ക്. സൂര്യ ഫാൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂര്യ കാണാമല്ലോ. എന്നെ തെറി പറയാൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നാട്ടുകാർ പറഞ്ഞ അനുഭവങ്ങളാണ്. ഞാൻ പടത്തെക്കുറിച്ചൊരു റിവ്യൂവും പറയുന്നില്ല. ഇനി പടം ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും തനിക്കൊന്നും വേറെ പോകും. നിങ്ങൾ റിവ്യൂസ് എല്ലാം കൂടെ റിവ്യൂ ചെയ്ത് പടം കണ്ടതിൻ്റെ അഭിപ്രായം പറയാറുണ്ട്. കാശിന് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ പടം കണ്ടതായിട്ട് പോലും ആരോടും പറയാറില്ല. കാരണം ഞാനായിട്ട് എന്തിനാണ് വെറുതെ ഒന്നും കൂടെ റീപോസ്റ്റ് മാറ്റം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എന്താ നിങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ തുറക്കുമ്പോൾ കാണുന്നില്ലേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പരാജയങ്ങളൊന്നും വലിയ ആനക്കാര്യങ്ങളൊന്നുമല്ല. അതൊരു വലിയ ആനക്കാരി അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം പൊട്ടും. ഞാൻ പറ്റും ഇപ്പോൾ ഒരു ആക്ടർ ഒരു പടം അഭിനയിച്ചാൽ അത് പൊട്ടി അടുത്ത പടം വരെ റിക്കവറി എടുക്കും. ചിലപ്പോൾ 3-4 പടം ഒരുമിച്ച് അടിച്ച് പൊട്ടിയിട്ടായിരിക്കും ചിലപ്പം സക്സസ്സിലോട്ട് വരും. സിനിമ എന്ന് പറയുന്നത് ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥ. ചിലപ്പോൾ അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾ ഡയറക്റ്റ് ചെയ്യും, മറ്റൊരാൾ അഭിനയിക്കും. കാണുന്ന ഒരു വിഭാഗം ചെറുതാണ്. അത് പല മാനസികാവസ്ഥയുണ്ട്. ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയായിരിക്കില്ല കാണുന്നവൻ്റെ മാനസികാവസ്ഥ. എൻ്റെ ഒരു ഡിഫറൻ്റാണ്. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മോർ ദാൻ 50% ആൾക്കാർ ഇഷ്ടപ്പെട്ടു നമ്മൾ പറയും പടം കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയും. പടം മോർ ദാൻ 75% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പറയും പടം ആദ്യത്തെക്കാളും നല്ലോണം കയറി അടിപൊളി ആവുന്നുണ്ട്. ഈ പടം 90 പേരിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അടിപൊളി ബമ്പർ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഇതൊക്കെ ജനം കണ്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അവർക്ക് കാണാൻ ചെല്ലും അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന രീതിയിൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ 300 കോടി എന്നൊക്കെ പറയുമ്പം ജനം ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. ഇത് കാണുന്നൊരു ക്വാളിറ്റി അത് ഭയങ്കരമായിരിക്കും. ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി കിട്ടാതെ വരുമ്പം ജനം വയലൻ്റ് ആവും. അതിപ്പം പൈസ മുടക്കി കാണുന്നവന് എൻ്റെ ദണ്ണം മനസ്സിലാവുള്ളൂ. അതിപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്കറിയാം. ഒരു വീട്ടിൽ നിന്നൊക്കെ 4 പേര് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപ പിള്ളേരുൾപ്പെടെ പോകുമ്പം ഭക്ഷണം, കുടിക്കാൻ വെള്ളം, യാത്ര, ആ ദിവസത്തെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ മാറ്റി വെച്ചൊക്കെ പോകുമ്പം ഒരാൾ ഒറ്റയ്ക്ക് ബസ് കയറി തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 300-500 രൂപയൊക്കെ ഇതിൻ്റെ പേരിൽ പോവും. അപ്പോൾ അവരാ ഒരു രോക്ഷം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയുന്നത് തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദിയാണെങ്കിലും കന്നഡയാണെങ്കിലും ഇനി സായിപ്പാണെങ്കിൽ പോലും അത് നിർമ്മിക്കുന്നവർ അത് കേൾക്കേണ്ടി വരും. അത് ആരുടെയും കുഴപ്പമല്ല, മനഃപൂർവ്വം പറയുന്നതുമല്ല, അപ്പോഴത്തെ ദണ്ണം കൊണ്ട് പറയുന്നതാണ് എന്ന് വെച്ചുകൊണ്ട് അവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അവർക്ക് അപ്പുറത്തെ ഒരു മൂഡിൽ അവർക്ക് ദേഷ്യം, പിന്നീട് അവർ പിന്നെയും ചെല്ലും ആ ആക്ടറിൻ്റെ പടത്തിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.